ഷെയർ ചെയ്തു. കുറെ കാലത്തിന് ശേഷം ഞാൻ എൻ്റെ ഫാസിലിനെ കണ്ടു. സെലിബ്രിറ്റി ഹലോ ഗൈസ്, ഫൈസി ഫാമിലിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ ഇപ്പോൾ ഉള്ളത് എറണാകുളത്താണ്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചു, കമൻറ്റിലും അല്ലാതെ പേഴ്സണലായിട്ട് കണ്ടിട്ട് കുറേ ആൾക്കാരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ലാഗാണ്, വീഡിയോ ലാഗ് ഉണ്ട്, പിന്നെ എന്താണ് കണ്ടിന്യൂറ്റി ഇല്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ വെച്ചാൽ എനിക്ക് വ്ളോഗ് ചെയ്യാനൊന്നും അറിയില്ല. നമ്മളൊരു പാഷൻ്റെ പുറത്ത് ഇങ്ങനെ വീഡിയോസ് ചെയ്തിട്ടാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക, നമ്മളത് തിരുത്തിയിട്ട് വരുന്നതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായത്, കഴിഞ്ഞ വ്ളോഗ് കാണാത്തവർ പോയി കണ്ടിട്ട് എങ്ങനെയുണ്ട് വീഡിയോ, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്താനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പോയി ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്താണ്. എറണാകുളത്ത് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സെലിബ്രിറ്റീനെ മീറ്റ് ചെയ്യാൻ വന്നു. ഒരു ചെറിയ സെലിബ്രിറ്റി ആണെന്നൊക്കെ പറഞ്ഞാൽ 2 മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളൊരു സെലിബ്രിറ്റി. ആളെൻ്റെ കൂടെ പഠിച്ചതാണ്. അപ്പോൾ ആളെന്ത് ചെയ്ത് എനിക്ക് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വന്നു. മീറ്റ് ചെയ്യണമെന്ന് വന്ന് ആളെനിക്ക് ചെറിയ സർപ്രൈസ് തന്നു. ഇതല്ല കേട്ടോ, സർപ്രൈസ് ഇതല്ല, ഇബ്രോൻ്റെ യൂണിഫോം ഉണ്ടോ മൈജി, അപ്പോൾ അവിടെ നിന്നാണ് ആ സെലിബ്രിറ്റി എനിക്ക് സർപ്രൈസ് ഒക്കെ തന്നത്. ഇബ്രോൻ്റെ പേരെന്ത്? എൻ്റെ ഒരു മൂസിന്നാണ്. ഞാൻ പ്ലേസ് ഇവിടെ വൈദ്യം സ്റ്റാഫായിട്ട് വർക്ക്. ഞാൻ ലാപ്ടോപ്പ് സെയിൽസിലാണ്, ലാപ്ടോപ്പിൻ്റെ സ്റ്റാഫാണ്. സ്ഥലം ഇവിടെ തന്നെയാണ് എൻ്റെ കുക്കാട്ടൂടി. ശരി. അപ്പോൾ ബ്രോയുണ്ട് ഞങ്ങളെ കൂടെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അത് ആ കാണുന്നതാണ് ലുലു, മെട്രോയിലെ പുറത്ത് ലുലു. നമ്മൾ ലുലുവിലൊന്നും പോയി നിന്നില്ല, നമ്മൾ ചെറിയ തട്ടുകടയിലൊക്കെ നിന്നുള്ള MRA റെസ്റ്റോറൻറ്റിൽ വന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ആ സെലിബ്രിറ്റിയാണ് ഇന്നത്തെ നമ്മളെ മെയിനാണ്. ആ സെലിബ്രിറ്റിനെ കണ്ടിട്ട് ആ സെലിബ്രിറ്റിൻ്റെ വളർച്ച എങ്ങനെയൊക്കെയാന്നുള്ളത് നമുക്കൊന്ന് കണ്ടു മനസ്സിലാക്കാം. ഇന്ന് നമ്മൾ ഈ വീഡിയോസ് കൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് ആ സെലിബ്രിറ്റി എങ്ങനെ വളർന്നു, എങ്ങനെ കൊച്ചിക്കാരുടെ കണ്ണിൽ ഉണ്ണിയായി എന്നൊക്കെയാണ് നമ്മളിന്ന് അറിയാൻ പോണത്. അപ്പോൾ സെലിബ്രിറ്റിൻ്റെ മുന്നിൽ തന്നെ ഉണ്ട് പഞ്ച് കൊടുത്ത് പറയാനൊന്നുമില്ല കേട്ടോ. പഞ്ച് കൊടുത്ത് പറയാനുള്ളത് കാരണം വീഡിയോ കാണുന്ന ആൾക്കാർ വിചാരിച്ചാൽ അല്ല, പഞ്ച് കൊടുത്ത് പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ ഇവനെ ഉബൈദ് ആദ്യം പരിചയപ്പെടുത്തി. എൻ്റെ പേര് ഉബൈദ്. എത്ര ഫോളോവേഴ്സ്? ഭയങ്കര എളിമയുണ്ടോ ആൾക്ക്? അതിന്റെ ഫോളോവേഴ്സിന്റെ അഹങ്കാരം ഒന്നും മൂത്താണില്ല. എത്ര ഫോളോവേഴ്സ്? ഞാൻ എൻ്റെ കാര്യം പറയാം. എൻ്റെ പേര് ഉബൈദ് എന്നാണ്. ഞാൻ സോഷ്യൽ മീഡിയ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1.5 വർഷമായി. സോ അതിന് മുമ്പ് ഞാൻ വർക്കിംഗ് ആയിരുന്നു, ഇൻഫോ പാർക്കിൽ വർക്കിംഗ് ആയിരുന്നു. പക്ഷേ ഇപ്പം പറഞ്ഞ പോലെ എനിക്ക് ആദ്യം പാഷനാണെന്ന് അറിയില്ല, അതേ സെയിം സംഭവം എനിക്കും പാഷനാണ്. എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്ത് വീഡിയോ ചെയ്തു. അതുപോലെ ഇതേപോലെ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. കാരണം എനിക്ക് ആദ്യം ഷെയിമായിരുന്നു, വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും, ഞാനൊക്കെ ഒരു മൈൻഡൊക്കെ ആയിരുന്നു. ബെസ്റ്റ് ഞാൻ പറയുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാനുള്ള പ്ലാൻ, ഒരു ആഗ്രഹമുള്ള ആൾക്കാരാണ് നിങ്ങൾ ചെയ്യുക, അല്ലാതെ വെറുതെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അങ്ങനെ ചെയ്തു. ഫസ്റ്റ് വീഡിയോ ഒരു 5 lakh 6 lakh വ്യൂസ് ആയി. പിന്നെ അങ്ങനെ ചെയ്തു തുടങ്ങി. ഇഷ്ടമാണ്, പക്ഷെ ഇപ്പോഴും ആളുകൾ അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതൊന്നല്ല, നമ്മളൊരു സാറ്റിസ്ഫാക്ഷൻ, ഇഷ്ടം, അതിനുവേണ്ടി ചെയ്തോട്ടെ. അപ്പോൾ ഉബൈദിനെ എങ്ങനെ പരിചയം എന്ന് വെച്ചാലേ നമ്മൾ ഏകദേശം ഒരു 5-6 കൊല്ലമായിട്ടുള്ള പരിചയമാണ്. ആളൊരു വെഡലയാണ്. അങ്ങനെ പരിചയപ്പെട്ടത് ഇങ്ങനെ ലാഗാക്കി പറയണം, കാരണം കാണുന്ന ആൾക്കാർക്ക് മതി, അടുത്ത പരിപാടി പറയാന്ന്. അങ്ങനെ സ്കിപ്പ് ആകുന്നത് ഞാൻ എൻ്റെ കൂടെ ഒരു സെലിബ്രിറ്റിയാണ്, അത് മനസ്സിലായി. സെലിബ്രിറ്റിനെ കാണാൻ ആൾക്കാർ സംസാരിച്ച സെലിബ്രിറ്റിയാണ്. സെലിബ്രിറ്റി അല്ലേ? ഞാൻ പറയാം, ഞങ്ങൾ നിൽക്കുന്നത് MRAയിലാണ്. സെലിബ്രിറ്റി ഫുൾ ആദ്യം തട്ടടയിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുന്നത്. ഇപ്പൊ റിച്ച് ആയില്ലേ, സെലിബ്രിറ്റി ആയില്ലേ, തട്ടടയിൽ ആൾക്കാർ ചോദിച്ചില്ലേ. ഇപ്പൊ MRA എന്നൊക്കെ കഴിക്കുള്ളൂ. അങ്ങനെ നല്ല ഫുഡ് എവിടെയാണ് അവിടെ കഴിക്കുന്നത്. ഇവിടുത്തെ ബിരിയാണി അടിപൊളിയാണ്. പക്ഷെ ഞങ്ങൾ വന്നേക്ക് ബിരിയാണി തീർന്നു പോയി. ഞങ്ങൾ ഒരാട്ടം കഴിച്ചു കൊടുത്തു ബിരിയാണി. ചിക്കൻ ബിരിയാണി നല്ല റേറ്റ് ഉണ്ട്, പക്ഷെ നല്ല ബിരിയാണി. നല്ല ബിരിയാണി റേറ്റ് കൊടുത്താൽ, നല്ല പൈസ കൊടുത്താൽ നല്ലത് കിട്ടും. ജയിക്കുന്നവർ ജയിക്കും, തീർക്കുന്നവർ തീർക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്ന ആംബിയൻസ് കണ്ടിട്ടാണ് ഏകദേശം നല്ല രസം കേട്ടോ. സെലിബ്രിറ്റി ഇതൊക്കെ ഇടും. കട്ടിങ് ഒന്നുമില്ല, നമ്മളെ വ്ളോഗ് കട്ടിങ് ഒന്നുമില്ല. ഇത് സൂപ്പ്, ഈ സൂപ്പ് വൈഡല്ലേ, ഇത് നല്ല രസമുണ്ട്. ഈ സൂപ്പ് കുറച്ച് നല്ല മഴ കേട്ടോ. എന്നെ കാണി ഞാൻ പറയട്ടെ, പറയാം. കുറച്ച് നല്ല മഴ കേട്ടോ.
അത് നല്ല മഴയുണ്ട്, നല്ല ചൂടുള്ള സൂപ്പ്. ഇത് നല്ല രസമുണ്ടോ? സൂപ്പ് നല്ല രസമുണ്ട്. ഇത് മറ്റേ മഞ്ഞ സാധനം എന്താ സാധനം? പെപ്പർ, സോറി. മഞ്ഞ സാധനം പെപ്പർ അല്ല, പൊട്ട. അല്ല ഈ മഞ്ഞ സാധനം. നമ്മുടെ ഇത് പറയില്ലേ, ഒരു ശാസ്ത്രീയ നാമം പറയും. ഒരു ശാസ്ത്രീയ നാമം പറയും. ചോളം മലയാളത്തിലല്ലേ? അത് സ്വീറ്റ് കോൺ, മനസ്സിലായോ? ഇതല്ല രസമുണ്ട്. ഇതെന്താണ് ഈ പശ പോലെ കിടക്കുന്ന സാധനം? പൊട്ട സൂപ്പല്ലേ ഇത് എന്ത് സൂപ്പാണ്? ഫുഡിനാണ് പറയണേ. ഇത് ചിക്കൻ സൂപ്പ് കേട്ടോ. ചിക്കൻ സൂപ്പ് അല്ല, കോൺ സൂപ്പ്. എന്താണ്? അല്ല, ചിക്കൻ സൂപ്പാണ്. രസമുണ്ട്. സെറ്റല്ലേ? ഓർഡർ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെന്തൊക്കെ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു ബിരിയാണി ഉള്ളൂ. കാരണം ഞങ്ങൾ ബിരിയാണിക്ക് ഓടി വന്നു, പക്ഷെ 3 മണിയായപ്പോൾ ബിരിയാണി ഞാനിവിടെ പെട്ടെന്ന് ബിരിയാണി തീരും. കിട്ടുമെങ്കിൽ ഒന്നാണ്. ഒരു ചിക്കൻ ബിരിയാണി, പിന്നെന്താ ഒരു മട്ടൻ ബിരിയാണി, ഒരു ക്വാർട്ടർ അൽഫാം മന്തി, അതേ ഉള്ളൂ ഇവിടെ. വേറെ റൈസായിട്ടൊന്നും ഇല്ല. എന്തായാലും ഫുഡ് വരട്ടെ, ഫുഡ് കഴിച്ചിട്ട് ഫുഡ് വന്നിട്ട് നമുക്ക് ബാക്കി ചാടോ. അങ്ങനെ നമ്മൾ ഫുഡ് വന്നിരിക്കുകയാണ്. ഇത് എന്ത് ബിരിയാണിയാണ്? മട്ടൻ ബിരിയാണിയാണ് ഉപയോഗിക്കുന്നത്. മൈക്ക ഇവിടെ ഉപയോഗിച്ചത്. അച്ചാർ കൊടുക്കുന്നു. ഇതെന്ന് പറഞ്ഞാൽ അൽഫാം കഴിച്ചിരിക്കുകയാണ്. ഇത് ഏതാണ്? ചിക്കൻ ബിരിയാണി. ഞാൻ പറയുമ്പോൾ എനിക്ക് MRIയിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി തന്നെ കേട്ടോ. ഇത് ലഗോണല്ലേ വരിക? ലഗോണിലല്ലേ? നമ്മൾ മലപ്പുറംകാർ ലഗോൺ എന്നൊക്കെ പറയുള്ളൂ. ഫുഡ് ഫുഡ് ഒന്നും ടേസ്റ്റ് വയ്ക്കുക ഉപയോഗിത മട്ടനാണ് എൻ്റെ ഇച്ചിരി പൊട്ടി തരുമോ? കഴിക്കും, ഫുഡ് കഴിക്കും. മട്ടൻ രസമാണ്. സ്റ്റോറേജ് ഫുള്ളായോ? ഫുഡ് കഴിക്കും. പള്ളതാണ് അങ്ങോട്ട് ഫുഡ്. ബിരിയാണി കുറച്ച് റൈസ് കൂടുതലാണ്. ബാക്കി കിട്ടൂലേ? റൈസ് കൂടുതലാണ്, പീസ് കുറവേ. റൈസിനുണ്ടല്ലോ, പക്ഷെ റൈസ് നന്നായിട്ടുണ്ട്. മന്തി റൈസും കുറവുണ്ട് കേട്ടോ. കാരണം അവൻ 3 അട്ടത്തെ കഴിച്ചു, എന്നിട്ട് റൈസ് ബാക്കി അല്ലേ? റൈസ് നല്ലുണ്ട്. മന്തി സെറ്റ്. അൽഫാം ഒന്നുകൂടി മുരുന്നനാവണമെന്ന് ഡൗട്ട് ഉണ്ട് എനിക്ക് കണ്ടിട്ട്. അല്ലേ, അൽഫാം ഒന്നുകൂടി മുരുന്നനാവണം. ബിരിയാണി കഴിച്ചു, മന്തി അവിടുന്ന് ട്രൈ ചെയ്യാറ്. ബിരിയാണി മന്തി റൈസ് രസമുണ്ട്. പെപ്പറിന്റെ ഒരു ഈ ഉബൈദ് എന്നുള്ള യാത്ര തുടങ്ങിയിട്ട് ഇപ്പം എത്ര വർഷമായി? ഈ ഒരു 8 ലക്ഷം സബ്സ്ക്രൈബേഴ്സിൽ ഫോളോവേഴ്സിൽ എത്തുമ്പോൾ എത്ര കൊല്ലം ഉണ്ട്? 800 സബ്ബ് 1 വർഷം. യൂട്യൂബിലോ? എല്ലാവരും 1 വർഷം. 5S അൾട്രാ പ്രോ മാക്സ് ഉള്ള ജേണി, ഉബൈദിന്റെ ആ ജേണി അതൊരു വല്ലാത്ത കഥയാണ്. അങ്ങനെയൊന്നുമില്ല, ഇതിനകത്ത് കഥയൊന്നും പറയാനില്ല കേട്ടോ. വെറുതെ അതെല്ലാം ഹാർഡ് വർക്ക് പറയും. ഹാർഡ് വർക്കിംഗ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പരിപാടി ചെയ്യാം. നമ്മൾ സക്സസ് ഓട്ടോമാറ്റിക് നമ്മൾ പിന്നാലെ വരും. അത്രേ ഉള്ളൂ. എനിക്ക് വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ട്, പ്രൊമോട്ട് ചെയ്യണം താല്പര്യത്തില്ല. ഞാൻ ഫാസ്റ്റിൽ കാണാൻ തുടങ്ങിയിട്ട് അറൗണ്ട് ഒരു 6 വർഷമായി. അന്ന് മുതൽ ഫാസ്റ്റ് അല്ല, ഡിഗ്രി പഠിച്ച മുതലല്ലേ, 2018 17 അപ്പോൾ 16 അപ്പോൾ ഒരു 9 വർഷമായി. അപ്പം എനിക്ക് കാണുന്ന അന്ന് മുതൽ എൻ്റെ അതേ പ്രാന്ത് എനിക്കുണ്ട്. ഞാനത് ചെയ്തു. നമ്മൾ പണ്ടത്തെ ഒരു വീഡിയോ ചെയ്തോ മറ്റേ പാട്ടോടെ ഞാൻ ഫ്ലൈറ്റ് വിളിക്കണേ വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ട്. വീഡിയോ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. അന്ന് ആ വീഡിയോ എഡിറ്റ് ചെയ്തൊക്കെ പിന്നെ അപ്പോൾ ഞാൻ അങ്ങനെ പാട്ടോടും എഡിറ്റ് ചെയ്ത് ചെയ്തിട്ട് ചെയ്യണം. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതിലിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് ആയി തോന്നുന്നുണ്ടാവും. വീഡിയോ പെർഫെക്റ്റ് ആവില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വ്ളോഗ് ചെയ്യാറില്ല. അങ്ങനെയല്ല ഞാൻ പറയട്ടെ, അതാ പറഞ്ഞേ, നമ്മൾ വീഡിയോ ചെയ്യണം നമുക്ക് പെർഫെക്റ്റ് ആവൂല. പക്ഷേ ആ ഇൻപെർഫെക്ഷൻ എന്നാണ് നമുക്ക് ക്രിഞ്ച്, മറ്റുള്ളവർക്ക് ക്രിഞ്ച് എന്ത് അലമ്പെന്നൊക്കെ തോന്നുമല്ലോ. അങ്ങനെയാണ് എല്ലാം. ഇപ്പോൾ ഏത് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആയാലും യൂട്യൂബ് ഇൻഫ്ലുവൻസർ ആയാലും എല്ലാവരും വന്നിട്ടുള്ളത് ആ ഒരു പാറ്റേണിനാണ്. ക്രിഞ്ച് എന്ന് പറയുന്ന ആൾക്കാർ ക്രിഞ്ച് എന്ന് പറയുന്ന ആൾക്കാരെ പിന്നീട് ചിന്തിക്കും ഇതെങ്ങനെയാണ്. പക്ഷെ അത് ഈ ക്രിഞ്ച് എന്നാണ് തുടങ്ങുന്നത്. ഈ വീഡിയോ
ഇപ്പൊ നമുക്ക് ക്രിഞ്ചായി തോന്നും. ഐ മീൻ നമുക്ക് ക്രിഞ്ചായി തോന്നില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഈ വീഡിയോ ക്രിഞ്ചായി തോന്നാം. പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ ചെയ്യാതെ ഒരിക്കലും ഒരു സംഭവം സെറ്റ് ആവില്ല. അപ്പോൾ അതിന്റെ ഒരു യാത്രയിലാണ് ഇപ്പൊ ഞാനുള്ളത്. അപ്പൊ നിങ്ങൾ എന്തേലും അല്ല ഇപ്പൊ അൾട്രാ പ്രോ മാക്സ് ഞാൻ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ചിന്തിച്ചാലൊക്കെ നിങ്ങളെ മൈൻഡില് അപ്പോൾ വീഡിയോ ചെയ്യുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ചെയ്യണമല്ല വേറെ എന്തെങ്കിലും ഇഷ്ടമാണെങ്കിൽ അത് ഫോളോ ചെയ്യുക. സോ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കയ്യിൽ പിന്നെ പൈസ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് പൈസ നോക്കി വീഡിയോ ചെയ്തേ. ഇത് കുറേ ആൾക്കാർ കണ്ടിട്ട് പൈസ കിട്ടണം, കുറേ ആൾക്കാർ കാണണം, എന്നിട്ട് പൈസ കുറേ കിട്ടണം, അങ്ങനത്തെ മൈൻഡല്ല വേണ്ടത്. നമ്മളിഷ്ടം നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടും യൂണീക്കായിട്ടും ചെയ്യുക. പൈസ പിന്നാലെ വരും. തോട്ടിനാണ് പൈസ അല്ലേ? പാഷൻ ചെയ്യുക അത് വരും മോസ്റ്റ് ഓഫ്. അപ്പം അങ്ങനെയാണ് വരുന്നത്. അപ്പം അത്രേ ഉള്ളൂ. അതാണ് അത് മെയിനായിട്ട് പറയാനുള്ളത്. ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ അപ്പം ചെയ്യാം. നാളെ വീഡിയോ ചെയ്യാൻ തോന്നുന്നില്ല. ഇപ്പൊ ചെന്ന് വീഡിയോ ഇട്ടിട്ട് നാളെ വീഡിയോ ഇടുക, പിന്നെ എനിക്ക് തോന്നുമ്പോൾ ഇടും. അങ്ങനെയല്ല, ഡെയിലി വീഡിയോ ഇടണം. മാക്സിമം എനിക്ക് പണി എടുക്കണം. അതാണ് പണി. മനസ്സിലായി? നമ്മൾ ഈ പണി മാത്രമല്ല വേറെയും പണിയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാം തോന്നുന്ന കാര്യങ്ങൾ അപ്പം ചെയ്യാൻ തോന്നുന്നു. ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം. ഞാനൊക്കെ ചെയ്യണം. ശരിയാ, ഞാൻ പെരും മടിയനാണ്. ഞാൻ മടിയ എങ്ങനത്തെ മടിയറിയോ ഉപയോഗിത? എനിക്ക് എങ്ങനത്തെ മടിയറിയോ? മലയൻ മടിയൻ അതല്ല, മലയൻ അതല്ല, മല ചുമക്കുന്നത്. പക്ഷെ മടിയൻ മല ചുമക്കും. എന്താ ഞാൻ പറഞ്ഞത്? ഞാൻ എങ്ങനത്തെ മടിയെന്ന് പറയാം. എനിക്ക് കുഴിമടിയൻ. കുഴിമടിയാണ് പോട്ടെ. ഞാൻ വെച്ചാൽ നമുക്കിപ്പോൾ എൻ്റെ വണ്ടിയുടെ മറ്റേ ഫ്യൂവലിൻ്റെ മീറ്റർ വയ്ക്കണില്ലേ? അപ്പോൾ നമ്മൾ എണ്ണ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടാങ്ക് തുറന്നു നോക്കണം. വണ്ടി നിർത്തിയിട്ട് സീറ്റ് പൊക്കി എണ്ണ ടാങ്ക് തുറന്ന് നോക്കാൻ വരാൻ മടി. എണ്ണ കഴിഞ്ഞാൽ ബൈക്ക് നിൽക്കും, എന്നിട്ട് കൂട്ടുകാരെ വിളിച്ചോണ്ട് അങ്ങനത്തെ മടി. അറിയോ, ഒരാൾ ഒറ്റപ്പെടും. ഒറ്റപ്പെടുമ്പോ ഒരു തെണ്ടി നമ്മൾ സഹായിക്കാൻ ശരി. എന്താ എന്നെ കുറെ തെണ്ടികൾ സഹായിക്കേണ്ട. അങ്ങനെയല്ല, ജനിച്ചത് ഒറ്റക്ക് മരിക്കണ ഒറ്റക്ക്. അങ്ങനെയല്ല, നമ്മൾ കൂട്ടുകാർ വേണം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഫുഡ് വിത്ത് ഗുഡ് ചാറ്റ്. ഞങ്ങൾ കുറെ നല്ല നല്ല കാര്യങ്ങൾ സംസാരിച്ചു, നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്തു. സെലിബ്രിറ്റി അങ്ങനെയൊന്നുമില്ല. അപ്പൊ നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്തു. കുറെ കാലത്തിന് ശേഷം ഞാൻ എന്റെ ഫാസിലിനെ കണ്ടു. അവിടെ ഒരു സർപ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അതും എന്റെ ചാനലിൽ വരും. എന്റെ ഇൻസ്റ്റയില് വരും. അപ്പൊ അത് കയറി കാണാം. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ബാക്കി സെലിബ്രിറ്റി ഇങ്ങനെ പോകണ ഫ്യൂച്ചറിൽ എന്തായാലും നല്ലൊരു ഇൻഷാല്ലാ അതാവട്ടെ. അപ്പൊ നിങ്ങളെ സപ്പോർട്ടും അതിന്റെ കൂടെ തന്നെ ഉണ്ടാവുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാ, നമ്മള് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണം കൂടെ അമർത്തിയിട്ട് സിനിമത്തെ സബ്സ്ക്രൈബ് ചെയ്യണേ മക്കളെ. ആ ബെല്ലൈക്കണം അമർത്തണേ. ആ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളി. അപ്പോൾ ഇനി നല്ല വീഡിയോസ് ആയിട്ട് കാണുന്നവരേക്കും ബൈ ഗൈസ്. ബൈ. ഇനി കാണാം. ബൈ ഗൈസ്.